കിസ്റയുടെയും കൈസറിന്റെയും ആഭരണങ്ങൾ നിങ്ങളുടെ കൈകളിൽ ചാർത്തപ്പെടുമ്പോൾ എങ്ങനെയുണ്ടാകും സുറാഖ? രണ്ട് വലിയ സാമ്രാജ്യങ്ങൾ ഇസ്ലാമിന്റെ മുമ്പിലേക്ക് പഞ്ചപുച്ഛമടക്കി കീഴടങ്ങി വരുമെന്ന് ഹബീബായ നബി തങ്ങൾ സന്തോഷവാർത്ത നൽകുന്നത് മദീനയിലേക്ക് മക്കയിൽ നിന്ന് രക്ഷപ്പെട്ടോടുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏത് വിഷയത്തിലും ഹബീബിനും സ്വഹാബത്തിനും പ്രതീക്ഷ നൽകുന്നു. ഹുദൈബിയ സന്ധി നടക്കുമ്പോൾ തന്നെ സഹ്ൽ റളിയല്ലാഹു അൻഹു വരുമ്പോഴാണ് സഹൽ വരുന്നു, വിഷയം അല്ലാഹു എളുപ്പമാക്കി തരും. സഹൽ എളുപ്പമാണ്, ആ വാക്കിന്റെ അർത്ഥം തന്നെ എളുപ്പമെന്നാണ്. സഹലുൻ സഹലല്ലാഹ്, സഹൽ വരുന്നു, കാര്യം അല്ലാഹു എളുപ്പമാക്കി തരും. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബികളും ത്യാഗം ചെയ്തത് സ്വന്തം നാടും വീടും അല്ലാഹുവിനെ സമർപ്പിച്ചതിന്റെ ശേഷമല്ലയോ? മക്കയിൽ നിന്ന് മദീനത്തേക്ക് ഹിജ്റ പോകുമ്പോഴാണ്, ഹസൂറ എന്ന പ്രദേശത്തേക്ക് നബിതങ്ങൾ എത്തിയപ്പോഴാണ് ഒരു കുന്നിൻ ചെരുവിൽ കയറി നിൽക്കുന്നു നബിതങ്ങൾ. മക്കയോടാണ് യാത്ര പറയുന്നത്, ജനിച്ചു വളർന്ന നാടിനോട്. ഹറമുല്ലാഹി വഹറമു നബിയിഹി ഇബ്രാഹിം അലൈഹിസ്സലാം, മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിന് വേണ്ടി പണിതുയർത്തിയ പരിശുദ്ധമായ കഅബാലയത്തോട്, മക്കയോട്, ജനിച്ചു വളർന്ന നാടിനോട് യാത്ര പിരിയുന്നു നബിതങ്ങൾ. ഹസൂറ എന്ന സ്ഥലത്തെത്തിയപ്പോ വല്ലാഹി ഇന്നകി ലഖൈറു അർളില്ലാഹ് വഅഹബ്ബു അർളില്ലാഹി ഇലയ്യ വലൗലാ അന്നി ഉഖ്രിജ്തു മാ ഖറജത്. മക്കേ, നാടുകളിൽ വെച്ച് ഏറ്റവും നല്ല നാടാണ് നീ, എനിക്കേറ്റവും ഇഷ്ടപ്പെട്ട നാടാണ് നീ. അള്ളാഹുവിനെ തന്നെയാണ് സത്യം, നിന്റെ ആളുകൾ എന്നെ പുറത്താക്കിയില്ലായിരുന്നുവെങ്കിൽ ഞാൻ മക്ക വിട്ട് പോരില്ലായിരുന്നു എന്ന് മഹാനായ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയെ നോക്കി കണ്ണുനീർ വാർത്ത് പറഞ്ഞിട്ടുണ്ട്. സ്വന്തം നാടിനോട് യാത്ര പറഞ്ഞു പോരുകയാണ്. നാടും വീടും അള്ളാഹുവിനെ ഉപേക്ഷിച്ചുകൊണ്ടല്ലേ സ്വഹാബിമാർ ഹബശയിലേക്കും മദീനയിലേക്കും ഹിജ്റ വന്നത്. ലഖദ് റളിയല്ലാഹു അനിൽ മുഅ്മിനീൻ إذ يبايعونك تحت الشجرة فعلم ما في قلوبهم فأنزل السكينة عليهم وأثابهم فتحا قريبا لقد رضي الله عن المؤمنين. സത്യവിശ്വാസികളെ സംബന്ധിച്ച് അല്ലാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു. ഇത് യുബായിഊനക തഹ്ത അശ്ശജറ, ആ വൃക്ഷത്തിന്റെ താഴെ അങ്ങയോടവരെ ബൈഅത്ത് ചെയ്യുന്ന നേരം ഫഅലിമ മാ ഫീ ഖുലൂബിഹിം, അവരുടെ ഹൃദയത്തിനുള്ളിൽ എന്താണ് കിടക്കുന്നതെന്നും അല്ലാഹുവിനറിയാമായിരുന്നു. അവരങ്ങയുടെ കൈപിടിച്ചുകൊണ്ട് നബിയേ, ഞങ്ങൾ ഫിൽ മൻശതി വൽ മക്റഹ്, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഞങ്ങൾക്ക് വെറുപ്പാണെങ്കിലും, ഞങ്ങൾക്ക് സൗകര്യമുണ്ടെങ്കിലും അസൗകര്യമാണെങ്കിലും അങ്ങയോടൊപ്പം പാറ പോലെ ഉറച്ചിരിക്കാൻ ഞങ്ങൾ കൂടെയുണ്ട് നബിയേ എന്ന് ഹബീബിന്റെ കൈപിടിച്ച് ആ ഒരു വൃക്ഷത്തിന്റെ താഴെ അങ്ങയോടവരെ ബൈഅത്ത് ചെയ്തപ്പോ ലഖദ് റളിയല്ലാഹു, അല്ലാഹു തൃപ്തിപ്പെട്ടു. ഫഅൻസല സകീനത അലൈഹിം, അവർക്ക് മേൽ അല്ലാഹു സമാധാനം ഇറക്കി കൊടുത്തു. വഅസാബഹും ഫത്ഹൻ ഖരീബാ, അവർക്ക് അല്ലാഹു വളരെ പെട്ടെന്ന് തന്നെ അതിവ്യക്തമായ സുവ്യക്തമായ ഒരു വിജയം, സുനിശ്ചിതമായ ഒരു വിജയം അല്ലാഹു പകരം നൽകുകയും ചെയ്തു എന്ന് പരിശുദ്ധ ഖുർആൻ പറയുമ്പോ സ്വഹാബത്ത് നബിയോടൊപ്പം നിന്ന മനസ്സെങ്ങനെയായിരുന്നു? ദീനിനോടൊപ്പം നമ്മൾ അങ്ങനെ നിൽക്കുന്നുണ്ടോ? വിശുദ്ധമായ ഖുർആനിനോടൊപ്പം നമ്മൾ അങ്ങനെയുണ്ടോ? ഒരു റമദാൻ കഴിയുമ്പോ, റമദാനിന്റെ 27-ാം രാവ് കഴിഞ്ഞാൽ പിന്നെ അള്ളാഹുവിന്റെ കലാമുമായി നമ്മുടെ ബന്ധം എത്രയാണ്? റമദാൻ കഴിഞ്ഞാൽ പിന്നെ അള്ളാഹുമായുള്ള ബന്ധം എത്രയാണ്? നോമ്പ് കഴിയുമ്പോൾ ലൈലത്തുൽ ഖദറിന്റെ പ്രതീക്ഷയുള്ള രാവുകൾ അങ്ങ് കഴിഞ്ഞു കഴിഞ്ഞാൽ പെരുന്നാളാവുന്നതോടുകൂടെ അതിന് ശേഷവും നമ്മളും വിശുദ്ധ ഖുർആനും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്? മഹാനായ ഹബീബായ നബി തങ്ങൾ അവിടുത്തെ സ്വഹാബത്തിനെ തർബിയത്ത് ചെയ്യുന്നത് ഖുർആനിലൂടെയായിരുന്നുവല്ലോ. വിശുദ്ധമായ ഖുർആനിന്റെ ഓരോ വാക്കുകളും കാണുമ്പോ ഫലഅനതുല്ലാഹി അലൽ കാഫിരീൻ, വിശുദ്ധ ഖുർആൻ ഹബീബായ നബി തങ്ങൾ പറയുമായിരുന്നു, എത്രയോ ആളുകൾ ഖുർആൻ ഓതുന്നുണ്ട്, ഖുർആൻ അവരെ ശപിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാകും. വിശുദ്ധമായ ഖുർആനിൽ അക്രമം ചെയ്യുന്ന ആളുകൾക്ക് അല്ലാഹുവിന്റെ ശാപമുണ്ടാകട്ടെ, ലഅനതുല്ലാഹി അലൽ ളാലിമീൻ, അക്രമികൾക്ക് ശാപമുണ്ട് എന്ന് പറഞ്ഞ് ഖുർആൻ ഓതുന്ന ആളുകൾ അക്രമിയാണെങ്കിൽ തനിക്ക് ശാപമുണ്ടാകട്ടെ എന്ന് തന്നോട് തന്നെ പ്രാർത്ഥിക്കുന്ന പോലെ അല്ലാഹു തആല അവന്റെ ദീനിൽ നിന്ന് പിന്തിരിയുന്ന ആളുകൾക്ക്, ഫാസിഖീങ്ങൾക്ക്
അള്ളാഹുവിനെ മറന്ന് ജീവിക്കുന്നവർ, പാപങ്ങളിലേക്ക് പോകുന്നവർ, മദ്യപാനത്തിലും മയക്കുമരുന്നിലും അതുപോലെയുള്ള ആഭാസങ്ങളിലും ആനന്ദം കണ്ടെത്തുന്ന ആളുകൾ, അത്തരം ആളുകൾക്ക് അള്ളാഹുവിന്റെ ശിക്ഷയുണ്ടെന്ന് അള്ളാഹു സന്തോഷ വാർത്ത അറിയിക്കുമ്പോ അത് തനിക്കുണ്ട് എന്ന് പറയുന്ന പോലെ എല്ലാ തിന്മകളും ചെയ്ത് ജീവിക്കുന്ന ആളുകൾക്ക് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അത് തനിക്കെതിരാകുന്നുണ്ടോ എന്ന് പോലും ചിന്തിക്കാതെ നമ്മൾ കടന്നു പോകുന്നു. സ്വഹാബികളിലുണ്ട് മഹാനായ സാബിത്ത് ബിനു ഖൈസ് ബിനു ഷമ്മാസ് റളിയല്ലാഹു അൻഹു. ഹബീബായ നബിയുടെ മുമ്പിൽ കാല് വിറച്ചുകൊണ്ടുവരുന്നു. നബി ഞങ്ങൾ ചോദിക്കുന്നു, മാ ബിക യാ സാബിത്ത്, സാബിത്തേ എന്തിനാ നിങ്ങൾ വന്നത്? അഖ്ശാ അൻ നകൂന ഗദാഹി മേ ഭി वो अल्लाह वाले थे गयूर इतने कि मुनइम को गदा के डर से बख्शिश का न था यारा. ദാരിദ്ര്യം കടിച്ചിറക്കി ജീവിച്ചപ്പോഴും അഭിമാനികളായി ജീവിച്ചവരായിരുന്നു നിന്റെ മുൻഗാമികൾ. ഹബീബിന്റെ കൂടെ നടന്ന സ്വഹാബിമാർ അഭിമാനികളായിരുന്നു. അവരാണ് ലോകത്ത് തമദ്ദുൻ ആഫിരീൻ, സംസ്കാരം എന്താണെന്ന് പഠിപ്പിച്ചവർ. ഖല്ലാഖയായിനെ ജഹാൻദാരി, ലോകഭരണത്തിന് കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതിയുണ്ടാക്കിയത് ഈ സ്വഹാബിമാരാണ്. ലോകരാജ്യങ്ങൾക്ക്, ലോകത്ത് ഭരണക്രമങ്ങൾ ഉണ്ടാക്കിയത് ഇവരാണ്. വസ്വഹറായെ അറബ് യാനി ശുത്ർബാനോ കഗഹ്വാര, അവർ മരുഭൂമിയിലെ ഒട്ടകം മേച്ച് നടന്ന ആളുകളായിരുന്നു. എന്നാൽ അവരാണ് ലോകത്തിന്റെ ഉത്തുംഗതിയിലെത്തിപ്പെട്ടത്. സ്വഹാബിമാർ എന്തുകൊണ്ട് കഴിഞ്ഞു? വിശുദ്ധ ഖുർആനിനെ അവർ എങ്ങനെയാണ് ജീവിതത്തിലേക്ക് സ്വീകരിച്ചത്? ഖുർആനിന്റെ ചട്ടക്കൂട്ടിൽ ജീവിതം വളർത്തിയെടുത്തപ്പോ. അതുമാത്രമല്ല, അല്ലാഹു തആല എന്തു പറയുന്നോ, വിശുദ്ധ ഖുർആൻ എന്താഹ്വാനം ചെയ്യുന്നുണ്ടോ അതിന് ഒരുക്കമാണ് കാര്യങ്ങൾ ചെയ്യാൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. നല്ല പിരിവൊക്കെ നടത്തുമ്പോൾ ഉസ്താദ്മാർ ഓതുന്ന ആയത്താണത്. അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു ബൈറുഹ എന്ന തോട്ടം അള്ളാഹ്ക്ക് വേണ്ടി കൊടുത്തു എന്നാണ് അതിന്റെ ചരിത്രം. ബൈറുഹ എന്ന തോട്ടം കൊടുത്തു. അത് പറഞ്ഞപ്പോൾ ഈ സ്ഥലത്തിന്റെ ആളിപ്പോൾ എന്തായാലും പള്ളിക്ക് പോയി സ്ഥലം തരുമൊന്നുമില്ല. ചിലപ്പോൾ എന്ത് ചെയ്യാ, ഉസ്താദ്മാര് പറഞ്ഞു നോക്കും, കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ. പക്ഷെ നമ്മളിതിങ്ങനെ ആലോചിക്കണം, എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ? ആലോചിക്കാലോ. നിങ്ങൾക്ക് സ്വർഗം കിട്ടണോ? ഇഷ്ടപ്പെടുന്നത് കൊടുക്കണമെന്ന്. പൊട്ടിയതും പൊഴിഞ്ഞതൊക്കെ എല്ലാവരും കൊടുക്കും. അങ്ങനെ കണ്ണൊട്ടിക്ക് ചോറെടുത്തപ്പോഴാണ് കണ്ണിൽ കാണാത്ത ആള് പാത്രത്തിൽ തപ്പി, പഠിച്ചോനെ കണ്ണ് കാണാത്ത എനിക്ക് ഇത്ര ചോറുണ്ടെങ്കിൽ കണ്ണുള്ളവനെ എത്ര ഇട്ടെടുത്തിട്ടുണ്ടാവൂലേ? ഓരോരുത്തരും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ്. തനിക്കെത്രയാ കിട്ടുക, എനിക്ക് കിട്ടിയത് പോരല്ലോ എന്ന ആഗ്രഹത്തിലാണ്. അള്ളാഹ്ക്ക് വേണ്ടി കൊടുക്കണം എന്ന് പറയുന്നതാണ് ഇസ്ലാം. നമുക്ക് എക്കണോമിക്സ് ഉണ്ട്, നമുക്ക് സാമ്പത്തിക ശാസ്ത്രമുണ്ട്. നമ്മുടെ മക്കളൊക്കെ BBA പഠിക്കുന്നുണ്ടല്ലേ, ബാച്ചിലർ എന്താണ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ അല്ലേ, MCA പഠിക്കുന്നുണ്ട്, BBA പഠിക്കുന്നുണ്ട്, MBA പഠിക്കുന്നുണ്ട്. ഒക്കെ ശരിയാണ്. എങ്ങനെ കാശുണ്ടാക്കാമെന്ന് അതിലൊക്കെ പഠിക്കാം. പ്രധാനപ്പെട്ട ജോലി അതാണ്. എങ്ങനെ നല്ല അഡ്വർടൈസ്മെന്റ് ചെയ്യാം, എങ്ങനെ ഒരു കാര്യം മാർക്കറ്റിംഗ് ചെയ്യാം, എങ്ങനെ കാശുണ്ടാക്കാമെന്ന ഇസ്ലാം പഠിപ്പിക്കുന്നതല്ല. ഈ ഉണ്ടാക്കിയ കാശ് എങ്ങനെ ചെലവഴിക്കാം അള്ളാഹുവിന്റെ മാർഗത്തിൽ, അതാണ്. എല്ലാവരും കാശുണ്ടായിക്കോളി എന്ന് പറയാം. ഇസ്ലാം അത് ചെലവഴിച്ചോളൂ റബ്ബിന്റെ മാർഗത്തിൽ എന്ന് പറയും. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് അള്ളാഹുവിന് കൊടുക്കുന്നവരെ നിങ്ങൾക്ക് റബ്ബിന്റെ സ്വർഗം കിട്ടുകയില്ല. നിങ്ങൾക്ക് നന്മയുടെ ഉത്തുംഗതയിലേക്ക് എത്താൻ സാധ്യമല്ല. ഇഷ്ടപ്പെടുന്നത് കൊടുക്കണം. ഈ ആയത്തിറങ്ങുമ്പോഴാണ് സ്വഹാബിമാരിൽ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു ചിന്തിച്ചത്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്റെ ഒരു തോട്ടമാണല്ലോ, ബൈറുഹ എന്ന തോട്ടം. ഞാനത് അള്ളാഹ്ക്ക് വേണ്ടി കൊടുക്കുകയാണ്. നബിയേ, അർജു ബിർറഹ വദുഖ്റഹ ഇൻദല്ലാഹ്. അതുകൊണ്ടുള്ള എല്ലാ നന്മയും, അതുകൊണ്ട് അള്ളാഹു എനിക്ക് നല്ല നാളെയൊക്കെ ഒരു സ്വത്തായിട്ട്, നാളെ എനിക്ക് സ്വർഗം കിട്ടാൻ ഒരു സ്വത്തായി ഞാൻ ഈ തോട്ടം അള്ളാഹ്ക്ക് സമർപ്പിക്കുന്നു നബിയേ. നബി തങ്ങൾ പറഞ്ഞു, അബൂ ത്വൽഹ അത് നിങ്ങളുടെ കുടുംബക്കാർക്ക് കൊടുത്തേക്കണം, അവര് പാവപ്പെട്ടവരല്ലേ.
എന്നാ നബിയെ അങ്ങ് പറഞ്ഞാൽ ഞാൻ അങ്ങനെ ചെയ്യാം, അങ്ങ് തന്നെ കൊടുത്തേക്കണം. അബൂ ത്വൽഹ നിങ്ങൾ കൊടുത്തോളൂ, നിങ്ങളുടെ ബന്ധുക്കൾക്ക് കൊടുക്കുന്നത് സദഖത്തുൻ വസ്വില, അത് ദാനമാണ്, അത് കുടുംബബന്ധം ചേർത്തലുമാണ്. എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ, കൊടുത്തു. സൂറത്തു തൗബയിൽ ആയത്തിറങ്ങുന്നു, ഇൻഫിറൂ ഖിഫാഫൻ വസിഖാലാ, നിങ്ങൾ സാമ്പത്തികമായി നിങ്ങൾ മെച്ചമുണ്ടായിരിക്കട്ടെ, മെച്ചമില്ലാതിരിക്കട്ടെ, ആയുധമുണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ, സാമ്പത്തികമായി ഞെരുക്കത്തിലാവട്ടെ അഭിവൃദ്ധിയിലാവട്ടെ, അള്ളാഹുവിന് വേണ്ടി ജീവൻ കൊടുക്കാൻ അള്ളാഹു വിളിക്കുകയാണെങ്കിൽ നിങ്ങൾ പോകണമേ എന്ന ആയത്തിറങ്ങുന്നു. മഹാനായ സ്വഹാബി പറയുന്നു, മക്കളെ യഹ്മിലൂനി, 80 വയസ്സായിട്ടുണ്ട് അബൂ ത്വൽഹ തങ്ങൾക്കപ്പോ. ഈ ബൈറുഹ തോട്ടം കൊടുത്ത സ്വഹാബി 80 വയസ്സ് കഴിഞ്ഞു. യഹ്മിലൂനി, മക്കളെ ഞാനും പോവട്ടെ, അള്ളാഹുവിന്റെ ദീനിന് വെല്ലുവിളികൾ ഉണ്ടാകുമ്പോ എന്നെ അള്ളാഹുവിന്റെ ദീന് വിളിക്കുകയാണ്, ഞാൻ പോകുന്നു. ഉപ്പാ, വയസ്സായ നിങ്ങൾക്കതൊന്നും നിർബന്ധമില്ലല്ലോ ഉപ്പാ, ഞങ്ങൾ ആൺമക്കൾ ചെയ്തു കൊള്ളാം. വേണ്ട മക്കളെ, അള്ളാഹു പറഞ്ഞത് ഖിഫാഫൻ വസിഖാലാ, എല്ലാവരും ഇറങ്ങണമെന്നല്ലേ പറഞ്ഞത്. ഞാനും പോവുകയാണ്. ആ പോയത് എവിടേക്കാണെന്നറിയോ? അലൽ ബഹർ, അറ്റ്ലാന്റിക് ഓഷ്യനിലേക്ക്. ഇസ്ലാമിന്റെ പ്രചരണത്തിന് വേണ്ടി സ്വഹാബിമാർ കപ്പൽ കയറിപ്പോയപ്പോ 100ഓളം കപ്പലുകളിൽ കയറി സ്വഹാബിമാർ കടൽ യാത്ര ചെയ്യുന്നു. ധർമ്മസമരത്തിന് വേണ്ടി പോകുന്ന യാത്രയിൽ മഹാനായ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു 80 വയസ്സ് കഴിഞ്ഞിരിക്കെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് മഹാനവറുകൾ ആ സദസ്സിലും ആ കൂട്ടത്തിലുണ്ട്, യാത്രയിലുണ്ട്. കപ്പൽ കരയോടടുക്കുന്നതിന് മുമ്പ് കപ്പലിൽ വെച്ച് രോഗം വരുന്നു മഹാനവറുകൾക്ക്. ലോകത്തോട് വിട പറയാനുള്ള മരണത്തിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നു. സ്വഹാബിമാർ അവരെ കിടത്തുന്നു. ഇനി കരയിലേക്കടുക്കാൻ എത്രയോ ദിവസങ്ങളെടുക്കും. മഹാനായ അബൂ ത്വൽഹ തങ്ങൾ വഫാത്താകുന്നത്, അള്ളാഹുവിന് വേണ്ടി പുറപ്പെട്ട മഹാൻ വഫാത്താകുന്നത് കരയിലല്ല, കടലിലാണ്, കപ്പലിൽ വെച്ചുകൊണ്ടാണ്. എന്തിന്? അള്ളാഹു തആല പ്രതിഫലം ഏറെ കൊടുക്കാൻ. അള്ളാഹു ഏറെ പ്രതിഫലം തരുമെന്ന് പറഞ്ഞപ്പോ പ്രിയപ്പെട്ട തോട്ടം അള്ളാഹു കൊടുത്ത സ്വഹാബിയല്ലേ, മഹാനായ സ്വഹാബി റബ്ബിന് വേണ്ടി ജീവത്യാഗം ചെയ്യാൻ പോകുന്നു. കടലിൽ വെച്ചാ വഫാത്താകുന്നത്. വഫാത്തായിട്ട് 9 ദിവസം അവിടെ കടത്തി കപ്പലിൽ. കാരണം കരയിലെടുക്കണ്ടേ, മയ്യത്ത് മറവ് ചെയ്യാൻ കര വേണം. ഒരു ഐലൻഡിൽ പോലും എത്താൻ പറ്റുന്നില്ല. സ്വഹാബിമാർ കൂടെയുണ്ട്. മഹാനായ സ്വഹാബിയെ 9 ദിവസം കപ്പലിൽ കടത്തിയിട്ടുണ്ട്. അവർ പറയുന്നു, എന്തോ ഒരു പുഞ്ചിരിക്കുന്ന മുഖം, പുഞ്ചിരിച്ചിങ്ങനെ കിടക്കായിരുന്നു എന്നാണ്. മഹാനവറുകൾ കിടക്കുന്നുണ്ട് അവിടെ. എങ്ങനത്തെ കടത്തമാണത്? പുഞ്ചിരിച്ചുള്ള കടത്തം അല്ല, പുഞ്ചിരിച്ച് കിടക്കാൻ. ശരീരത്തിന് 9 ദിവസമായിട്ട് പോലും ശരീരത്തിനൊരു കേടുപാടും പറ്റാതെ അള്ളാഹു ആ ശരീരത്തെ സംരക്ഷിച്ചു എന്നത് മഹാനവറുകളുടെ മരണശേഷം ഉണ്ടായ ഒരു കറാമത്താണ്. അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹുവിന്റെ, നമ്മൾ കാണൂലേ നാട്ടിലൊക്കെ ഖബർ കുഴിക്കുന്ന ആൾക്കാരൊക്കെ പറയില്ലേ, 30, 50, 60, 100 കൊല്ലം പഴക്കല്ല ചില ഖബറൊക്കെ പൊളിച്ചു നോക്കിയാൽ കഫംപുട പോലും കേടാവാതെ അതിൻ്റെ അകത്ത് ആള് കിടക്കുന്നുണ്ട്. ഇസ്ലാം സത്യമാണെന്നറിയാൻ ഇത് മാത്രം പോരെ, അതത്രയാ ഓരോ നാടുകളിലും അള്ളാഹു കാണിക്കുന്നത്. അങ്ങനെ ജീവിതത്തിൽ അനുഭവമുള്ള നാട്ടിലൊക്കെ ചിലർ കണ്ടിട്ടുണ്ടാവും. ചിലപ്പോൾ ഇതിൽ കണ്ട ആളുകൾ ഈ സദസ്സിലുണ്ട്, ഞാൻ അറിയുന്ന ആളുകളുണ്ട്, നിങ്ങളിലുണ്ടായിരിക്കും ചിലപ്പോൾ. ചില ഖബറൊക്കെ ഒരു കുഴപ്പമില്ലാതെ 2 ദിവസം 3 ഒരു 10 ദിവസം മുമ്പ് മറവ് ചെയ്താവട്ടെ, ഒരു കേടുപാടില്ലാതെ ദുർഗന്ധമില്ലാതെ ശരീരം ഒരു കേടുപാടില്ലാതെ അങ്ങനെ കിടന്ന കിടപ്പ് എത്ര ഉണ്ടാകും. അങ്ങനെ അറിയുകയോ വിശ്വാസയോഗ്യമായ വിവരമോ കണ്ണുകൊണ്ട് കാണുകയോ നാട്ടിൽ അനുഭവിക്കുകയോ ചെയ്ത ആളുകൾ ഈ സദസ്സിലുണ്ടെങ്കിൽ ഒന്ന് കൈവക്കാൻ പറ്റുമോ? 1, 2, 3, മാഷാ അല്ലാഹ്, 4. അപ്പോ എത്രയോ നമ്മുടെ ഇടയിൽ നടക്കുന്നുണ്ട് അങ്ങനെ. മരണം അള്ളാഹു ഇഷ്ടപ്പെടുന്ന മരണമാവുകയും ഖബർ മണ്ണിന്നാതെ വെക്കും എന്ന് പറഞ്ഞ സൗഭാഗ്യമൊക്കെ ചില ആളുകൾക്ക് അള്ളാഹു നൽകുന്നുണ്ട്. അള്ളാഹു നമ്മുടെ ആഖിറ നന്നാക്കി തരട്ടെ. അള്ളാഹു നമ്മുടെ മരണം പുഞ്ചിരിച്ചുള്ള മരണമാക്കി തരട്ടെ. ഖലിമ ചൊല്ലി മരിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് തരട്ടെ. യാ റബ്ബൽ ആലമീൻ. മഹാനായ സ്വഹാബി 9 ദിവസം കിടന്നു കപ്പലിൽ, മൂടിക്കൊടുത്തു, ശരീരം മൂടി വെച്ചു, ഒരു കുഴപ്പമുണ്ടായില്ല. മഹാനായ സ്വഹാബിയെ 9 ദിവസത്തെ യാത്ര കഴിഞ്ഞതിന്റെ ശേഷം ഒരു ദ്വീപിൽ ചെന്ന് മറവ് ചെയ്തു. സ്വഹാബിമാർ പറയുന്നുണ്ട്, ആ ദ്വീപ് എവിടെയാണെന്ന് പോലും ഞങ്ങൾക്കിപ്പോഴും അറിയില്ല.
ആ ദ്വീപ് എവിടെയാണെന്നറിയില്ല. അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു വഫാത്തായിട്ടുണ്ട്. ഖബർ എവിടെയാണെന്നറിയില്ല. പക്ഷേ 9 ദിവസം ഞങ്ങൾ മയ്യത്ത് കപ്പലിൽ വെച്ചതിന്റെ ശേഷമാണ് 9 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ മണ്ണിനോടടുക്കുന്നത്. ഏത് നാട്ടിൽ മറവ് ചെയ്തു എന്ന് എവിടെ കടന്നോട്ടെ, എന്താണ് പ്രശ്നം? അള്ളാഹുവിന് വേണ്ടിയാണെങ്കിൽ യാത്ര അള്ളാഹുവിന് വേണ്ടിയല്ലേ, റബ്ബിന്റെ മാർഗത്തിലുള്ള മരണമല്ലേ, എവിടെ കടന്നാൽ എന്താ സ്വർഗത്തിലേക്കുള്ള യാത്രയല്ലേ അത്. എവിടെ മറവ് ചെയ്യപ്പെട്ടു എന്ന വിഷയം കൊണ്ടൊന്നും അബൂ ത്വൽഹ തങ്ങൾക്ക് വിഷമില്ലല്ലോ. റബ്ബിന് വേണ്ടി എന്തേ എന്നോടാണ് അല്ലാഹു പറയുന്നത്, പ്രായമേറി 80 കഴിഞ്ഞ് എന്നോടും പോവണമെന്ന് പറയുന്നുണ്ടല്ലോ, ഞാനും പോവട്ടെ എന്ന് പറഞ്ഞ് ത്യാഗം ചെയ്ത മഹാനായ അബൂ ത്വൽഹ റളിയല്ലാഹു തആല അൻഹു. ശുദ്ധമായ ഖുർആൻ ഹബീബായ നബി തങ്ങളുടെ വഫാത്ത് നടക്കുന്ന സമയത്ത് പോലും തീർപ്പ് കൽപ്പിക്കുന്നത് അള്ളാഹുവിന്റെ ഖുർആനാണ്. അള്ളാഹുവിന്റെ ഹബീബ് ലോകത്തോട് യാത്ര പറഞ്ഞപ്പോ നിന്നിരുന്ന സ്വഹാബിമാർ കാൽമുട്ടിൽ താഴെ വീണു പോയിട്ടുണ്ട്. ആ വാർത്ത കേട്ടപ്പോ റസൂലുള്ളാഹി തങ്ങൾ വഫാത്തായി എന്ന് കേട്ടപ്പോ നിൽക്കുന്ന സ്വഹാബിമാർ വീണുപോയിട്ടുണ്ട്. താങ്ങാൻ പറ്റുന്നില്ല. നമുക്കൊക്കെ തോന്നൂലേ, പ്രിയപ്പെട്ട നേതാക്കന്മാരൊക്കെ, സയ്യിദന്മാർ, ആലിമീങ്ങൾ വഫാത്തായി എന്ന് കേൾക്കുമ്പോൾ എന്തെന്നില്ലാത്ത വിഷമം തോന്നുന്നത്, നമ്മുടെ പ്രിയപ്പെട്ട ആളുകളുടെ മരണവാർത്ത കേൾക്കുമ്പോൾ സങ്കടം തോന്നുന്നത്. മഹാനായ അഷ്റഫുൽ ഖൽഖ് തങ്ങൾ ലോകത്തോട് വിട പറഞ്ഞു എന്ന് പറഞ്ഞു കേട്ടപ്പോഴേക്കും ആ വാർത്ത വിശ്വസിക്കാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, എത്രയോ ധൈര്യമുണ്ടായിരുന്ന ഫാറൂഖ് റളിയല്ലാഹു അൻഹു അല്ലേ പറഞ്ഞത്, എന്റെ റസൂൽ വഫാത്തായെന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഞാൻ അവരുടെ തലയെടുക്കും എന്ന് പറയാൻ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഒരു തരം മാനസികാവസ്ഥ ഉണ്ടായില്ല. ഇവിടെ പതറാത്ത ഉമർ തങ്ങൾ, ആര് പതറിയാലും കാലിടറാത്ത ഫാറൂഖ് തങ്ങൾ ഹബീബ് വഫാത്തായെന്ന് പറഞ്ഞപ്പോ പേടിച്ചു പോയില്ലേ, വാളെടുത്തില്ലേ? ആ സമയത്തും സ്വഹാബത്തിന്റെ മുമ്പിൽ മാതൃക കാണിക്കുന്നത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എങ്ങനെ വിശുദ്ധ ഖുർആൻ അല്ലാഹു പറയുന്നു എന്നാൽ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് അതിനപ്പുറത്തേക്കില്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരൽപ്പം അകലേക്ക് മദീനയിൽ നിന്ന് ഒരൽപ്പം അപ്പുറത്തേക്ക് സ്വന്തം പെങ്ങളെയോ മറ്റോ കാണാൻ പോയ യാത്രയിൽ തിരിച്ചു വരുമ്പോഴാ ഹബീബായ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പുതച്ചു കിടത്തിയിട്ടുണ്ട്. അവിടെ അല്ലാഹുവിന്റെ ഹബീബിന്റെ മുഖത്ത് നിന്ന് ആ പുതപ്പെടുത്ത് മാറ്റിയിട്ട് മുഖത്ത് ചുംബിച്ചില്ലേ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. നബിയേ, ജീവിച്ചിരിക്കുമ്പോഴും മരിച്ചു കിടക്കുമ്പോഴും എന്തോ ഒരു സുഗന്ധം നബിയേ നിങ്ങൾക്ക്. നേരെ മിമ്പറിലേക്ക് കയറി ചൊല്ലുന്നു. സ്വഹാബിമാർ അവിടെ തേങ്ങി തേങ്ങി കരയുന്നവരുണ്ട്, ഉറക്ക കരയുന്നവരുണ്ട്, അവിടെ കിടന്ന് കരയുന്നവരുണ്ട്, ഇരുന്ന് തല താഴ്ത്തിയിരിക്കുന്നവരുണ്ട്. മിണ്ടാൻ കഴിയാത്ത സ്വഹാബിമാരുണ്ടായിട്ടുണ്ടെന്നാണ്. മിണ്ടാൻ പറ്റുന്നില്ല, സലാം പറഞ്ഞിട്ട് സലാം അടക്കാൻ പറ്റുന്നില്ല സങ്കടം കൊണ്ട്. സിദ്ദീഖ് തങ്ങൾ മിമ്പറിൽ കയറുമ്പോഴല്ലേ മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹു കൈ ബാക്കിലും പിടിച്ചിട്ട് വാളും ഊരി പിടിച്ച് മദീന പള്ളിയുടെ ബാക്കിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോഴല്ലേ സിദ്ദീഖ് തങ്ങൾ ഇജ്ലിസ് യാ ഉമർ, ഉമറേ ഇരിക്കണം. കേൾക്കണില്ല, വീണ്ടും നടക്കാൻ. ഇജ്ലിസ് യാ ഉമർ, ഉമറേ ഇരിക്കണം. സിദ്ദീഖ് തങ്ങളുടെ വിളിയാളം ഉമർ തങ്ങൾ കേൾക്കുന്നില്ല. ഹബീബായ നബി ലോകത്തോട് വിട പറഞ്ഞ ആ വാർത്ത കേട്ട് ധരിച്ചു പോയതാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒച്ച വെച്ചുകൊണ്ട് പറഞ്ഞു, ഇജ്ലിസ് യാ ഉമർ, ഇരിക്കണം ഉമറേ. എവിടെ? ആ പറഞ്ഞപ്പോ ഇരുന്നു മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. എന്നിട്ട് വിശുദ്ധ ഖുർആനിലെ ഒരായത്താണ് ഓതുന്നത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആലി ഇംറാനിലെ 144-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റസുൽ അഫഇൻ മാത ഔ ഖുതില انقلبتم على أعقابكم ومن ينقلب على عقبيه فلن يضر الله شيئا. മുഹമ്മദ് നബി തങ്ങൾ അല്ലാഹുവിന്റെ റസൂലാണ്. അല്ലാഹു അല്ലേ പറയുന്നത്. അഫഇൻ മാത ഔ ഖുതില, ഹബീബായ നബി തങ്ങൾ മരിച്ചു പോവുകയോ വധിക്കപ്പെടുകയോ ചെയ്താൽ ഇൻഖലബ്തും അലാ അഖാബികും, നിങ്ങൾ പുറംതിരിഞ്ഞ് നടക്കുകയാണോ? ഹബീബിന് മരിക്കണ്ടേ,
ല്ലേ ഹബീബിന്റെ മുമ്പ് വന്ന അമ്പിയാക്കന്മാരിൽ ഈസ നബി അല്ലാത്ത മുഴുവൻ ആളുകളും മരിച്ചുപോയിട്ടില്ലേ? ഈസ നബിയും മരിക്കുമല്ലോ. അതുകൊണ്ട് മരണം സംഭവിച്ചത് യാഥാർത്ഥ്യമാണെന്ന് സ്വഹാബത്തിനെ ബോധിപ്പിക്കുന്നത് സിദ്ദീഖ് തങ്ങൾ ഈ ആയത്തോതി കൊടുക്കുമ്പോഴാണ്. റളിയല്ലാഹു അൻഹു ഹാഫിളല്ലേ, സ്വഹാബിമാർ ഹിഫ്ളുള്ള ആളുകളല്ലേ, അവരൊക്കെ പറഞ്ഞു പോയില്ലേ? ഫകഅന്നമാ നസ്മഉഹു ലിഅവ്വലി മറ. ഈ ആയത്തും ഇതിന്റെ ആശയവും ആദ്യം കേൾക്കുന്ന പോലെ. ഇങ്ങനൊരായത്തുണ്ടോ ഖുർആനിൽ? ഉണ്ടായിരുന്നോ? ഹബീബ് മരിക്കുമെന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ടല്ലേ, നമ്മൾ ശ്രദ്ധിച്ചിരുന്നില്ലല്ലോ. ഇങ്ങനെയും ആയത്തുണ്ടല്ലേ എന്ന് ആദ്യം കേൾക്കുന്ന പോലെ എന്ന് മഹാനായ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ആ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ മഹാനവറുകൾക്ക് സാധിച്ചത് വിശുദ്ധ ഖുർആനിലെ ആയത്തോതിയപ്പോഴാണ്. എന്നാ പിന്നെ സമ്മതിച്ചു. എന്നാ എന്റെ റസൂൽ പോയല്ലേ? ഉമർ തങ്ങൾ വിചാരിച്ചത് അങ്ങനെയല്ല. മഹാനായ മൂസ നബി അലൈഹിസ്സലാം തൗറാത്ത് വാങ്ങാൻ 40 ദിവസം അപ്രത്യക്ഷരായ പോലെ അള്ളാന്റെ മുമ്പിലേക്ക് പോയതാ നബി തങ്ങൾ. ഇനിയും തിരിച്ചു വരും. 63 വയസ്സല്ലേ ആയിട്ടുള്ളൂ. ആരോഗ്യമുള്ള സമയമല്ലേ? താടിയിലും തലയിലുമായി 17-20 താഴെ മുടികളല്ലേ നരച്ചുപോയിട്ടുള്ളൂ. ആരോഗ്യമുള്ള നേരത്തെ അല്ലാഹുവിന്റെ റസൂൽ കാര്യമായ ഒരു അസുഖവുമില്ലാതെ കേവലം പനിയല്ലേ ഉണ്ടായത്. ഉമർ തങ്ങൾ ഉറച്ചു വിശ്വസിച്ചു നബി വഫാത്തായതല്ല, ഹബീബ് ഉറങ്ങുകയാണ്. ഹബീബ് കണ്ണു തുറക്കും, ഹബീബ് തിരിച്ചു വരും. മൂസാ നബി തിരിച്ചു വന്ന പോലെ. എന്നാൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ മുഖത്തുമ്മ വെച്ചുകൊണ്ട് പറഞ്ഞു, ഇല്ല ഇല്ല, അല്ലാഹുവിന്റെ തീരുമാനം സംഭവിച്ചു കഴിഞ്ഞു. അല്ലാഹു ഹബീബിനെ കൊണ്ടുപോയിരിക്കുകയാണ്. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്ത الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا. ഈ സൂറത്ത് ഇറങ്ങുമ്പോഴല്ലേ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞത് ഹബീബിനെ അല്ലാഹു കൊണ്ടുപോകുമെന്നാണ് പറയുന്നത്. ഇസ്ലാം പൂർത്തിയാവുകയും കൂട്ടം കൂട്ടമായ ആളുകൾ വരികയും ഇസ്ലാമിലേക്ക് വരികയും ചെയ്താൽ ഹബീബിനെ അല്ലാഹു കൊണ്ടുപോകും. എന്തേ? നബിയെ ഏതൊരു ദൗത്യത്തിന് നിയോഗിച്ചുവോ ആ ദൗത്യം പൂർത്തിയായി കഴിഞ്ഞുവല്ലോ. ഹബീബായ നബി തങ്ങളുടെ വഫാത്ത് പോലും സ്വഹാബിമാർ ഉൾക്കൊണ്ടത് വിശുദ്ധ ഖുർആൻ പറഞ്ഞു കൊടുത്തപ്പോഴാണ്. ഹബീബിന്റെ വഫാത്ത് കഴിഞ്ഞപ്പോൾ മറ്റൊരു പ്രശ്നമുണ്ടായി. ഇവിടെ ആരായിരിക്കണം ഹബീബിന്റെ പ്രതിനിധി? ആരാവണം ഖലീഫ? അൻസ്വാരികൾ പറഞ്ഞു, ഞങ്ങൾ അൻസ്വാരികളിൽ നിന്നാവട്ടെ ഖലീഫ. മുഹാജിറുകൾ പറഞ്ഞു, ഞങ്ങളല്ലയോ ഹബീബിന്റെ നാട്ടുകാർ. ഹബീബിന്റെ നാട്ടുകാരിൽ അസ്സിയാദത്തു ഫീ ഖുറൈശ്, ഖുറൈശികളല്ലയോ നേതാക്കന്മാരെന്ന് ഹബീബ് സൂചിപ്പിക്കാറുണ്ടല്ലോ. അതുകൊണ്ട് ഖുറൈശികളാവട്ടെ, ശുദ്ധീകരണങ്ങളാവട്ടെ. അൻസ്വാരികൾ പറഞ്ഞു, അല്ലല്ല, ഞങ്ങളിൽ നിന്നാവട്ടെ. ഇവിടെയല്ലേ ഇസ്ലാം പന്തലിച്ചത്? മദീനയിലല്ലേ ഇസ്ലാമിന് അല്ലാഹു അഭയം നൽകിയത്? അതുകൊണ്ട് മദീനക്കാരാവണം ഖലീഫയെന്ന്. അപ്പോഴാണ് വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുകയും അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലത്ത് ഖുർആൻ എഴുതി വെക്കുകയും ചെയ്ത ഖുർആനിക പണ്ഡിതൻ സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ഒരു തീരുമാനം പറഞ്ഞു. അത് ഖുർആൻ അറിഞ്ഞ പണ്ഡിതനാണ്. അതുകൊണ്ട് സയ്യിദ് ഇബ്നു സാബിത്ത് എന്നവരുടെ അഭിപ്രായം സ്വഹാബികൾ സ്വീകരിച്ചു. വലിയൊരു തർക്കത്തിലേക്ക് പോകുമായിരുന്ന, സംഘർഷങ്ങളിലേക്ക് പോകുമായിരുന്ന നേരത്ത് യാ മഅ്ശറൽ അൻസ്വാർ, അൻസ്വാരികളെ, ഇന്ന റസൂലല്ലാഹി കാന മിനൽ മുഹാജിരീൻ, ഹബീബായ നബി തങ്ങൾ ഹിജ്റ ചെയ്തു വന്നവരാണ്. ഫഖലീഫതുഹു മുഹാജിറും മിസ്ലു, നബിയുടെ ഖലീഫയും നബിയെ പോലെ മുഹാജിർ, മക്കക്കാര് തന്നെയാവണം. വകുന്നാ അൻസ്വാറൻ ലിറസൂലില്ലാഹ്, നമ്മൾ അല്ലാഹുവിന്റെ റസൂലിനെ സഹായിച്ചവരാണ്. ഫനകൂനു അൻസ്വാറൻ ലിഖലീഫതി, അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രതിനിധിക്കും നമ്മൾ സഹായികളാണ്. ഹബീബായ നബി തങ്ങളുടെ സ്വഹാബി സിദ്ദീഖ് തങ്ങളുടെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു, സയ്യിദ് ഇബ്നു സാബിത്ത് എന്നവർ, കൈതരൂ സിദ്ദീഖ് എന്നവരെ, ഹാദാ ഖലീഫതുകും ഫബായിഉ, ബൈഅത്ത് ചെയ്തോളൂ, ഇതാണ് നിങ്ങളുടെ ഖലീഫ എന്ന് പറയുകയും അവിടെയാണ് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ തെരഞ്ഞെടുക്കപ്പെടുന്നത്. എന്തുകൊണ്ട്? വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കിയ, വിശുദ്ധ ഖുർആൻ രേഖപ്പെടുത്തിയ ഖുർആൻ പണ്ഡിതനായിരുന്ന സയ്യിദ് ഇബ്നു സാബിത്ത് എന്നവർ പറഞ്ഞാൽ പിന്നവിടെ മാറ്റമില്ല. അൽ ഹുക്മു ലില്ലാഹ്, അല്ലാഹുവിൻ്റെതാണ് നിയമം. അല്ലാഹു പറഞ്ഞാൽ പിന്നെ അതിന് മാറ്റമില്ല. അവിടെ നിന്നു. മുഅ്മിനേ, ഇത് നമുക്കും ബാധകമാണ്, നമ്മുടെ നാടുകളിലും ബാധകമാണ്.
വളരെ സങ്കടത്തോടെയും വിഷമത്തോടെയും സൂചിപ്പിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് നമ്മളോടല്ല എന്ന് വിചാരിക്കല്ലേ. വല്ലദീന ഇത്തഖദൂ മസ്ജിദൻ ദിറാറാ, ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പോടുകൂടെ ഒരു പള്ളി മദീനയിൽ ഉണ്ടാക്കിയപ്പോഴാണ് അല്ലാഹുവിന്റെ റസൂലിന് വഹി വരുന്നത്, നബിയേ മസ്ജിദൻ ദിറാറൻ വതഫരീഖൻ ബൈനൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളുടെ മനസ്സുകൾ തമ്മിൽ വേർപിരിക്കാനും രണ്ടായി കാണാനും ഞങ്ങൾക്ക് വേറെ പള്ളി വേണമെന്ന് പറഞ്ഞ് ഹബീബിന്റെ പള്ളി ഉണ്ടായിരിക്കെ, മസ്ജിദ് ഖുബയുണ്ടായിരിക്കെ, ഖുബാ പള്ളിയുടെ ഇപ്പുറത്ത് തന്നെ ഞങ്ങൾക്കൊരു വേറെ പള്ളി വേണമെന്ന് പറഞ്ഞ് മുസ്ലിമീങ്ങളിൽ ഭിന്നിപ്പുണ്ടാക്കാൻ അന്നത്തെ മുനാഫിക്കീങ്ങൾ പള്ളിയുണ്ടാക്കി ശ്രമിച്ചപ്പോഴാണ് വിശുദ്ധമായ ഖുർആൻ പറഞ്ഞത് ലാ തഖും ഫീഹി അബദാ, അവിടേക്ക് പോവല്ലേ നബിയേ, അങ്ങാ പള്ളിയിൽ പോയി നിസ്കരിക്കരുതേ. ലമസ്ജിദുൻ ഉസ്സിസ അല തഖ്വ മിൻ അവ്വലി യൗമിൻ ഹഖ്ഖു അൻ തഖൂമ ഫീഹി, അല്ലാഹുവിന് വേണ്ടി ഇബാദത്തിന് വേണ്ടി തഖ്വയിൽ സ്ഥാപിതമായ ഖുബാ പള്ളി ഉണ്ടായിരിക്കെ മറ്റൊരു പള്ളി അവിടെ എന്തിനാവശ്യം? അതുകൊണ്ട് നബിയേ ആ പള്ളി നമുക്ക് വേണ്ട എന്ന് പറയുകയും മസ്ജിദുൽ ദിറാർ എന്ന പേരിൽ അള്ളാഹു വിളിച്ച ബുദ്ധിമുട്ടുണ്ടാക്കാനും പ്രയാസമുണ്ടാക്കാനും, പള്ളിയുടെ മുമ്പിൽ തന്നെ പള്ളി, ബാങ്ക് കേൾക്കുന്നിടത്ത് തന്നെ വേറൊരു ബാങ്ക്, ജുമഅ ഉണ്ടായിരിക്കെ തന്നെ ഞങ്ങൾക്ക് വേറെ ജുമഅ വേണമെന്ന്, ഒരേ മഹല്ലിൽ ഒരേ സ്ഥലത്ത് ഒരേ ആദർശം വിശ്വസിക്കുന്ന ആളുകൾ പരസ്പരം പള്ളികൾ ഉണ്ടാക്കി മത്സരിക്കുന്ന കാലം അല്ലാഹുവിന്റെ ഖുർആൻ നമ്മളോടല്ലേ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ലാ തഖും ഫീഹി അബദാ, നിലവിലൊരു പള്ളി ഉണ്ടായിരിക്കെ അനാവശ്യമായി ഒരു കാര്യവുമില്ലാതെ ചെറിയ സംഘടനാ വിഷയങ്ങൾ പറഞ്ഞ് അള്ളാഹുവിന്റെ മുഅ്മിനീങ്ങളുടെ മനസ്സുകൾ തമ്മിൽ വേർപാടുണ്ടാക്കാൻ വേണ്ടി പള്ളിയുണ്ടാക്കല്ലേ, അത് പുണ്യമല്ല, അത് ഫിത്നയാണ്. അത്തരം ഫിത്നകളെ ചുട്ടുകരിക്കണമെന്ന് പറഞ്ഞ ഹബീബായ നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോടാണ് ഖുർആനി പറയുന്നതെന്ന് എന്താ നമുക്ക് തോന്നാത്തത്? എന്താ നമുക്ക് ആ വിഷയം മനസ്സിലാവാത്തത്? വഇദാ ഖീല ലഹു ഇത്തഖില്ലാഹ് അഖദതുഹുൽ ഇസ്സതു ബിൽ ഇസ്മ, എങ്ങാനും സാരോപദേശം കൊടുത്താൽ അല്ലാഹുവിന്റെ ഖുർആനും അവന്റെ ദീനും പറഞ്ഞത് ഇന്നതാണ് എന്ന് പറഞ്ഞാൽ ആ പറഞ്ഞതുപോലും സ്വീകരിക്കാതെ അഹങ്കാരത്തിന്റെ മറുപടി എന്താ പറയുന്നത്? എന്തേ നമ്മൾ അവലാ നസ്തസ്ലിമു ലികലിമത്തില്ലാഹ്, അല്ലാഹുവിന്റെ വചനങ്ങൾക്ക് നമ്മൾ സമർപ്പിതരാവേണ്ട ആളുകളല്ലേ? നമ്മളോടല്ലേ ഖുർആനി പറയുന്നത്? ഹബീബിന്റെ സ്വഹാബിമാർ അവർക്കിടയിൽ ഒരു പ്രശ്നം വരുമ്പോഴേക്കും അള്ളാന്റെ കിതാബിൽ ഒരായത്തോതി കൊടുക്കുമ്പോഴേക്കും പ്രശ്നപരിഹാരമായി. നമുക്കെന്തേ അതിനാവാത്തത്? എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്? അതുകൊണ്ട് മുഅ്മിനെ ആലോചിക്കണമേ. അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വഹാബിമാരെ കുറിച്ച് റളിയല്ലാഹു അൻഹും വറളൂ അൻ, അല്ലാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു, അവർ അല്ലാഹുവിനെയും തൃപ്തിപ്പെട്ടിരിക്കുന്നുവെന്ന് ഒരു സ്വഹാബിയുടെ പേര് കേൾക്കുമ്പോഴേക്കും റളിയല്ലാഹു അൻഹു എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥിക്കുന്ന തർദിയത്ത് ചൊല്ലുന്ന സ്വഹാബിമാർ എന്തുകൊണ്ട് അവർക്ക് ഈ സ്ഥാനം ലഭിച്ചു? ഖിയാമത്ത് നാൾ വരെ വരാൻ പോകുന്ന മുഴുവൻ ആളുകളും റളിയല്ലാഹു അൻഹു, റബ്ബേ നീ അവരെ തൃപ്തിപ്പെടണേ എന്ന് ഓരോ സ്വഹാബിയുടെ പേര് പറയുമ്പോഴും ചൊല്ലുന്ന തർദിയത്ത് കിട്ടാൻ മാത്രം എത്ര വലിയ ത്യാഗമാണ് അവർ ചെയ്തത്! എന്താണ് ആ ത്യാഗം? കാനൂ വഖാഫീന ഇൻദ കിതാബില്ലാഹ്, അല്ലാഹ് പറഞ്ഞു, തീർന്നു. മഹാനായ അലി സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു, മഹാനവറുകൾ വുദു എടുത്തുകൊണ്ടിരിക്കുമ്പോ സ്വന്തം ഭൃത്യ ജാരിയ, അവിടുത്തെ ഒരു അടിമപ്പെണ്ണ് വെള്ളമൊഴിച്ചുകൊണ്ടിരിക്കുമ്പോ മഹാനായ സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്തേക്ക് വെള്ളത്തിന്റെ ജഗ് പൊട്ടി വീഴുകയുണ്ടായി. കയ്യിൽ നിന്ന് മുഖമാകെ ചോരയായി, മുഖത്ത് മുറിവായി. ആ മണ്ണിന്റെ ജഗ് ഈ പെണ്ണിന്റെ കയ്യിൽ നിന്ന് വീണതാണ്. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോ മഹാനവറുകളുടെ മുഖത്ത് മുറിവായി, ചോരയായി, ജഗ് പൊട്ടുകയും വെള്ളം താഴെ വീഴുകയും ചെയ്തപ്പോ മഹാനവറുകൾ ഒരൽപ്പം ദേഷ്യപ്പെടും എന്നവർ വിചാരിച്ചു. ആ പെൺകുട്ടി ഓതുകയാണ് വൽകാളിമീനൽ ഗൈള വൽകാളിമീനൽ ഗൈള വൽആഫീന അനിൻ നാസ് വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ. വൽകാളിമീനൽ ഗൈള, ദേഷ്യം കടിച്ചിറക്കുന്ന ആളുകൾ. ഖദംതു ഗൈളി, ഇപ്പൊ പറഞ്ഞു എന്റെ ദേഷ്യം ഞാൻ കടിച്ചിടക്കി. അപ്പൊ ആ പെൺകുട്ടി ഓതുകയാണ് ബാക്കി വൽആഫീന അനിൻ നാസ്, ജനങ്ങൾക്ക് മാപ്പ് കൊടുക്കുന്ന ആളുകൾ. അഫൗതു അൻകി, നീ ചെയ്ത ഈ കുറ്റത്തിന് ഞാൻ മാപ്പ് തന്നു. വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, അല്ലാഹു നന്മ ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നു. അൻതി ഹുർറത്തുൽ ലിവജ്ഹില്ലാഹ്, നിന്നെ ഞാൻ സ്വതന്ത്രയാക്കിയിരിക്കുന്നു, അല്ലാഹുവിന് വേണ്ടി പൊയ്ക്കോ.
എന്താണ് ഇവർ ഒരു സ്വാതന്ത്ര്യം കിട്ടണമെങ്കിൽ എത്രയായിരം ദിർഹമുകൾ സമ്പാദിച്ച് ഉടമസ്ഥന് കൊടുക്കണമെന്നത്തെ കാലത്ത് ആ സമയത്താണ് എനിക്കൊന്നും വേണ്ട, ഒരു ഉപദ്രവം ചെയ്തതിനാൽ ഒരു ആയത്തോതി കൊടുത്തതാണ്. ആയത്തിന്റെ ആശയം കൽബിലേക്ക് വന്നപ്പോഴേക്കും അൻചി ഹുറത്തുൻ ലിവജ്ഹില്ലാ, നിന്നെ ഞാൻ സ്വതന്ത്രയാക്കിയിരിക്കുന്നു, പൊയ്ക്കോളൂ എന്ന് പറഞ്ഞ മഹാനായ അലി സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു സ്വർഗ്ഗത്തിലേക്കുള്ള വഴി വരച്ചു പോയ ആളുകൾ. എന്തൊരു മനോഹരമാണിത്! എവിടെന്നാണ് ഈ സംസ്കാരമുണ്ടായത്? വഖാഫൻ ഇൻദ കിതാബില്ലാ, അല്ലാഹു പറഞ്ഞു, പിന്നെ ഇതിനപ്പുറത്തേക്കില്ല. എന്തുകൊണ്ടാണ് ഈ ഒരു സമർപ്പണം നമ്മുടെ മുസ്ലിമീങ്ങളിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? സ്വദഖൂ മാ ആഹദുല്ലാഹ അലൈഹി, അല്ലാഹുവിനോട് എന്താണോ അവർ വാക്ക് കൊടുത്തത് ആ വാക്ക് പാലിച്ച ആളുകൾ. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിലേക്ക് ആയത്തുകൾ നമ്മളോടാണോ സംസാരിക്കുന്നത് എന്ന പോലെ ജീവിതത്തിലേക്ക് ഇന്റേണലൈസ് ചെയ്യുക. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഉഖബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹും സ്വഹാബിമാരും വിജ്ഞാനത്തിന് വേണ്ടി ദാഹിച്ച പോലെ, വിജ്ഞാനത്തിന് വേണ്ടിയുള്ള ഓട്ടം, ആ ഓട്ടത്തിന്റെ ഭാഗമായി അല്ലാഹു നിങ്ങളുടെ ഈ വരവ്, ഈ സദസ്സിൽ വന്നിരിക്കുന്നത് അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു ഖബൂലാക്കട്ടെ. ഉഖബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു ആടുകളെ മേച്ച് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് മദീനയിൽ റസൂലുള്ളാഹി തങ്ങൾ വന്നു എന്ന് കേൾക്കുന്നത്. ആടുകളെ മേച്ച് നടക്കുകയാണ്. അപ്പോഴറിയുന്നത് ഹബീബായ തങ്ങൾ വന്നു. ആ ഹബീബ് പറയുന്നുണ്ട്, മയ്യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹുഹു ഫിദ്ദീൻ. ഒരു മനുഷ്യൻ അല്ലാഹു ഏറ്റവും വലിയ സൗഭാഗ്യം നൽകുകയാണെങ്കിൽ ആ മനുഷ്യന് ദീനിന്റെ ബോധവും ഇസ്ലാമിന്റെ സംസ്കാരവും ജീവിതവും അല്ലാഹു നൽകും. ഇത് കേട്ടപ്പോഴാണ് ഞാൻ ഏതാനും ആട്ടിൻ പറ്റങ്ങളെ മേച്ച് നടന്ന് എന്റെ ജീവിതം എന്തിന് ഇല്ലാതെ ആക്കണം, എന്തിനെ നശിപ്പിക്കണം? ഞാൻ പോവുകയാണ് ഹബീബിന്റെ മുമ്പിലേക്ക്, എനിക്ക് ഇൽമു പഠിക്കണം. കൂടെ 12 ആളുകളുണ്ട്, 12 ആട്ടിടയന്മാർ. 12 ആട്ടിടയന്മാർ. ഒരാൾ നന്നാകുമ്പോൾ കൂടെയുള്ള ആളുകളെ നന്മയിലേക്ക് കൊണ്ടുവരിക. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ നാട്ടിലെ ഡ്രൈവർമാർക്ക് അവർ മാത്രം ഒരു യൂണിയൻ ഉണ്ടാവും, ചിലപ്പോൾ പരസ്പരം നന്മ ചെയ്യാൻ വേണ്ടി നന്മ പ്രചരിപ്പിക്കുകയാണ്. മഹാനായ ഉഖബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു 12 ആട്ടിടയന്മാർ കൂടെയുണ്ട്. ആട് മേയ്ക്കുന്ന ആളുകൾ 12 ആളുകൾ. 12 ആളുകളോടും പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ മദീനയിൽ ഹബീബായ നബി തങ്ങൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആടുകളെ മേച്ച് ഇങ്ങനെ നടന്നിട്ട് മാത്രമായോ? അതുകൊണ്ട് നമ്മളിൽ ഏതെങ്കിലും ഒരാൾ ഒരു ദിവസം ഹബീബിന്റെ സദസ്സിലേക്ക് പോകണം. അവിടെ നിന്ന് എന്തൊക്കെയാണോ നബി പഠിപ്പിക്കുന്നത് അത് വന്ന് ഫീഡ്ബാക്ക് ചെയ്യണം, നമുക്ക് പറഞ്ഞു തരണം. അങ്ങനെ ഊഴമായി ഓരോരുത്തരായി ഹബീബിന്റെ സദസ്സിൽ പോവണം. ആടിനെ മേക്കുന്ന വിഷയം ഞാൻ ഏറ്റു. ആരാണോ ആബ്സെന്റ് അവരുടെ ആടുകളെ ഞാൻ നോക്കാമെന്ന് ഉഖബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു. അങ്ങനെ കുറേ കാലം കഴിഞ്ഞു. ഉഖബത്ത് ഇബ്നു ആമിർ തങ്ങൾ പറയാൻ, ഞാൻ എന്നോട് തന്നെ ചോദിച്ചു, ഉഖബാ വൈഹക യാ നഫ്സ്, ശരീരമേ നിന്റെ എന്തോരം നഷ്ടമാണത്, എന്തോരം നഷ്ടമാണ്. ചില ആട്ടിൻപറ്റങ്ങൾക്ക് വേണ്ടി ലാ യുസ്മിനു വലാ യുഗ്നി മിൻ ജൂ', എന്ത് കാര്യമായ വലിയൊരു ഉപകാരമൊന്നുമില്ലല്ലോ. ആ ഒരു ആടിനെ മേച്ച് നടന്നിട്ടാണോ തഫൂതു അലാ നഫ്സിക സുഹ്ബത്തു റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൽ അഖ്ദു അൻഹു മുശാഫഹതൻ ബിലാ വാസിത. ഡയറക്റ്റായ ഹബീബിൽ നിന്ന് നേർക്കുനേരെ ഹദീസ് കേട്ട് പഠിക്കാനുള്ള അവസരമുണ്ടായിട്ട് ആട്ടിൻപറ്റങ്ങളെ നോക്കിയിട്ട് നീ എന്താണ് നബി തങ്ങളുടെ അടുത്ത് പോയി ഇൽമ പഠിക്കാത്തത്? ഉഖബ, മോശല്ലേ നിനക്ക് എന്ന് ഞാൻ എന്നോട് ചോദിച്ചു.